അപ്പോൾ തിയറി ഇതാണ്. If a is a real number, given that a is a real number, you have to prove if x is in every epsilon neighborhood of a for every epsilon greater than 0, then x is equal to a. X എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ. ഓക്കെ, എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇന്റർവെൽ ആണ്. ഏത് എപ്സിലോൺ എടുത്താലും ഇതിലും ഉണ്ട് എക്സ്, ഇതിലൂടെ ചെറിയൊരു നൈബർഹുഡ് എടുത്താൽ അതിലും ഉണ്ട്, ചെറിയൊരു എപ്സിലോൺ എടുത്താൽ അതിലും എക്സ് ഉണ്ട്, കുറച്ചും കൂടെ ചെറിയൊരു നൈബർഹുഡ് എടുത്താൽ അതിലും എക്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ പോസിറ്റീവ്, ഈ ഒരു ഇന്റർവെൽ എല്ലാ ഇന്റർവെൽസിന്റെ ഇന്റർസെക്ഷനിൽ ഉണ്ടെന്ന്, എല്ലാത്തിലും ഉണ്ടെന്ന്. എക്സ് എവിടെയുണ്ട്? എക്സ് ബിലോങ്സ് ടു all a minus epsilon a plus epsilon for every epsilon greater than 0. Arbitrary intersection of open intervals ഉള്ള എലമെന്റ് ആണ് എക്സ്. ഇതിലും ഉണ്ട്, ഇനിയും ചെറുതാക്കിയാൽ അതിലും ഉണ്ട് എക്സ്, ഇനിയും ചെറുതാക്കിയാൽ അതിലും ഉണ്ട് എക്സ്. അങ്ങനെ ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും എല്ലാ എപ്സിലോൺ നൈബർഹുഡിലും ഉള്ള ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടാവോ? അത് എ തന്നെ ആയിരിക്കണം അല്ലേ? കാരണം എക്സ് എ അല്ലെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എക്സ് എ അല്ല എന്ന് വിചാരിക്കാം. അതായത് എക്സിന് എക്കും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ, ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ. എക്സ് എ അല്ലെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് എക്സ്. ഈ സാധനം 0 ആയിരിക്കില്ല, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനേക്കാൾ, ഈ ഡിസ്റ്റൻസിനേക്കാൾ ചെറിയൊരു എപ്സിലോൺ എടുക്കുകയാണെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ എ മൈനസ് എക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഡിവൈഡഡ് ബൈ 2 ആണ് ഞാൻ എപ്സിലോൺ ആയിട്ട് എടുക്കണമെങ്കിൽ, ഈ എപ്സിലോൺ നൈബർഹുഡിനകത്ത് എക്സ് ഉണ്ടാവോ? എക്സ് ഉണ്ടാവില്ല. വിച്ച് വിൽ കോൺട്രഡിക്ട് യുവർ ഗിവൺ അസംഷൻ ദാറ്റ് എക്സ് ഇസ് ഇൻ ദി epsilon neighborhood of a for every epsilon. സോ ഇങ്ങനെ ഒരു എപ്സിലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എക്സ് ഉണ്ടാവില്ല. അപ്പോൾ എക്സ് എ അല്ലെങ്കിൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ, മനസ്സിലായോ? എക്സ് എ ബി എപ്സിലോൺ എയിൽ ഉണ്ടാവില്ല, ഇങ്ങനെയാണ് എക്സ് ഉള്ളതെങ്കിൽ. അതാണ് ഇതിന്റെ പ്രൂഫ്. വേണമെങ്കിൽ കോൺട്രഡിക്ടറി മെത്തേഡിൽ ഇങ്ങനെ പ്രൂവ് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ അത് എവിടെയാണ് കഴിഞ്ഞൊരു സെഷനിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളൊന്ന് എഴുതി നോക്കിക്കാൻ അറിയാം അല്ലേ? എന്താ തന്നിരിക്കുന്നത്? ഗിവൺ ദാറ്റ് എക്സ് ഇസ് ഗിവൺ. പ്രൂഫ് എഴുതാമെന്ന് വിചാരിക്കും. പ്രൂഫ് എങ്ങനെയാണ്? തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എഴുതണം അല്ലേ? പ്രൂഫ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഗിവൺ ദാറ്റ് എക്സ് ഇസ് എ ഇസ് എ റിയൽ നമ്പർ. ഗിവൺ ദാറ്റ് എ ഇസ് എ റിയൽ നമ്പർ. പിന്നെ സപ്പോസ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇഫ് പി ദെൻ ക്യൂ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ വി അസ്യൂം പി ഇസ് ട്രൂ, ദെൻ വി ട്രൈ ടു പ്രൂവ് ക്യൂ അല്ലെ? അപ്പൊ പി അസ്യൂം ചെയ്യുന്നു, സപ്പോസ് ദാറ്റ് എന്താണ് പി? എക്സ് ബിലോങ്സ് ടു ബി എപ്സിലോൺ ഓഫ് എ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, എന്നിട്ട് ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം എന്താണ് എക്സ് ബിലോങ്സ് ടു ബി എപ്സിലോൺ എ, ബി എപ്സിലോൺ ഓഫ് എ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബി എപ്സിലോൺ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇന്റർവെൽ ആണ് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഇതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എ മൈനസ് എപ്സിലോണിനും എ പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കാണ് എക്സ് ഉള്ളത്. കറക്റ്റ്? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. കറക്റ്റ്? എന്ന് പറഞ്ഞാൽ എക്സും എയും തമ്മിലുള്ള ഡിഫറൻസ്, ഒരു എ എല്ലായിടത്തുനിന്നും സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ? എ എന്നുള്ളത് യു വിൽ ഗെറ്റ് മൈനസ് എപ്സിലോണിനും പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കാണ് എന്ത്? എക്സ് മൈനസ് എ. എക്സും എയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലെ നമ്മളൊരു അബ്സല്യൂട്ട് വാല്യൂന്റെ ഒരു റിസൾട്ട് ഓർക്കുന്നുണ്ടോ? എന്തെന്നാണ് നമ്മൾ പറഞ്ഞത്? മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇഫ് ആൻഡ് ഓൺലി if modulus of a less than or equal to c അല്ലേ? if c is positive, provided c is positive. if c is positive, this is true. Okay,
സോ ദാറ്റ് നമുക്ക് ആ റിസൾട്ട് ഇവിടെ ഉപയോഗിക്കാം അല്ലേ. ഇവിടെ എപ്സിലോൺ ഇസ് എ പോസിറ്റീവ് നമ്പർ. അപ്പോൾ മൈനസ് എപ്സിലോണിനും പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കാണ് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദിസ് ഇംപ്ലൈസ് the difference between x and a is less than epsilon for every epsilon greater than 0. And we have already proved a theorem. Modulus of x minus a less than epsilon for every epsilon greater than 0 ആണെങ്കിൽ എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ 0 ആയിരിക്കണം. എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവണ്ടേ ഞാൻ പറയണം? എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനേക്കാളും ചെറുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനേക്കാളും ചെറുതാണ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ 0നെക്കാളും ചെറുതോ ആയിരിക്കണം. ഇനി മോഡുലസിന്റെ പ്രോപ്പർട്ടിയാണ് മോഡുലസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. രണ്ടും കൂടെ വരുമ്പോൾ എന്തായി? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഈക്വൽ ടു 0 ആയി. ഇതാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മളിത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമ്മളിത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. തിയറം ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ എവറി പോസിറ്റീവ് റിയൽ നമ്പർ മീൻസ് ഇറ്റ് ഇസ് നോൺ നെഗറ്റീവ്. And by definition modulus of a number is always positive for every x and a. Okay, therefore modulus of x minus a is equal to 0. What does it mean? X minus a is equal to 0 കാരണം 0ന്റെ മാത്രമാണ് മോഡുലസ് 0 ആയിട്ടുള്ളത്. That means x is equal to a. That is what to be proved. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അതായിരുന്നു അല്ലേ. എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? x is equal to a എന്നായിരുന്നു പ്രൂവ് ചെയ്യാണ്ടായിരുന്നേ. അപ്പോൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നൈബർഹുഡ് എന്താണെന്ന് മനസ്സിലായി. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത, നമ്മുടെ ബാട്ടിലിൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞേക്കട്ടെ. യൂഷ്വലി ഒരു എലമെൻറ്റ് എ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് റിയൽ നമ്പറാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു എ മൈനസ് എപ്സിലോൺ, എ പ്ലസ് എപ്സിലോൺ ഫോർ എനി പോസിറ്റീവ് എപ്സിലോൺ. ദിസ് ഇൻ്റർവെൽ ഇസ് നോൺ ആസ് എ എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എ. ഇനി ഈ ഇൻ്റർവെലിൻ്റെ ഏതൊരു സൂപ്പർ സെറ്റിനെയും നമ്മൾ എ എന്നുള്ള പോയിന്റിനെ നൈബർഹുഡ് എന്ന് തന്നെയാണ് പറയാം. ഇഫ് എസ് ഇസ് any subset of R such that a minus epsilon, a plus epsilon എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവൽ is contained in S, then we say that S is a neighborhood of A. എപ്സിലോൺ ഏതെങ്കിലും ഒരു എപ്സിലോൺ നൈബർഹുഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഏത് സെറ്റിനെയും നമ്മൾ ഈ പോയിന്റിന്റെ നൈബർഹുഡ് എന്ന് തന്നെയാണ് പറയാം. And if S is a neighborhood of A, then this point A is known as an interior point of S. A Sന്റെ interior point എന്നാണ് പറയാം. A എന്നുള്ള പോയിന്റ് എസ് എന്ന് പറയുന്ന സെറ്റിന്റെ ഇന്റീരിയർ പോയിന്റ് ആവാനായിട്ട് എന്നുള്ള കണ്ടീഷൻ എന്താണ്? എസ് എന്ന് പറയുന്ന സെറ്റ് എ എന്നുള്ള പോയിന്റിന്റെ നൈബർഹുഡ് ആവണം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കും. കാരണം പിന്നീട് ഏതെങ്കിലും പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കും. ഒരു സെറ്റ് ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ സെറ്റിലെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ് ആകുമ്പോഴാണ്. സെറ്റിലെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ് ആകുമ്പോഴാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. യു എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. Set of all real numbers between 0 and 1. That is, it is nothing but open interval 0, 1. Then actually open interval 0, 1 is an open set. അതായത് ഈ സെറ്റിലെ എല്ലാ പോയിന്റ്സും ഈ സെറ്റിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്സ് ആണ്. അല്ലെങ്കിൽ ഈ സെറ്റിലെ എല്ലാ പോയിന്റ്സിനും ഹാസ് സം നൈബർഹുഡ് ഓഫ് ഇറ്റ് കണ്ടെയ്ൻഡ് ഇൻ യു. അപ്പോൾ 0, 1 എന്നുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും, ഏതൊരു റിയൽ നമ്പർ എടുത്താലും ആ എലമെൻറ്റിൻ്റെ ഒരു എപ്സിലോൺ നൈബർഹുഡ് ഈ ഓപ്പൺ ഇൻ്റർവൽ 0, 1 കണ്ടെയ്ൻഡ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. വി ടേക്ക് എൻ എലമെൻറ്റ് എ ഫ്രം ദിസ് സെറ്റ് ഓപ്പൺ ഇൻ്റർവൽ 0, 1. ദാറ്റ് മീൻസ് 0 is less than a less than 1. Consider a point, choose a point in between 0 and a. 0ക്കും എയ്ക്കും ഇടയ്ക്ക് there are infinitely many points in between them. Take
one of such points is C. There are infinitely many points in between A and 1. Choose one point in between A and 1, let it be D. Then we have two numbers C and D such that 0 less than C less than A less than D less than 1. Then clearly open interval CD contains this element A, and this open interval is contained in 0, 1. So we can say that open interval CD is a neighborhood of A and this neighborhood is contained in 0, 1. Okay, ഇങ്ങനെയൊക്കെ പറയാം. നമുക്കിപ്പോൾ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് തന്നെ ഉണ്ടെന്ന് പറയാം. എയുടെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ്, എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ എന്നുള്ള ഒരു നെയ്ബർഹുഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ലൈയിങ് ബിറ്റ്വീൻ 0 and 1, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ്, എൻ്റർലി കണ്ടെയ്ൻഡ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0, 1. അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ചാൽ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാവുന്നതാണ്. സോ വി ടേക്ക് എൻ എലമെൻറ്റ് ഇൻ ബിറ്റ്വീൻ 0 and 1. Okay, what is u? U is 0, 1, open interval 0, 1. So here is a 0, this is 1. We are taking a point in between 0 and 1. അപ്പോൾ അത് 0-നോട് അടുത്തായിരിക്കാം, ചിലപ്പോൾ 1-നോട് അടുത്തായിരിക്കാം, വളരെ അടുത്ത് വേണമെങ്കിൽ വരാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഓപ്പൺ ഇൻ്റർവൽ 0, 1-ൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 0-ൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണോ 1-ൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണോ, 0-ൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എ മൈനസ് 0 വിച്ച് ഇസ് എ. 1-ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? മോഡുലസ് ഓഫ് എ മൈനസ് 1, അല്ലെങ്കിൽ ഇറ്റ് ഇസ് 1 മൈനസ് എ. 1 ആണ് വലുത്. ഓക്കെ, ഇതിൽ ഏതാണ് ചെറുതെന്ന് വെച്ചാൽ ആ ചെറിയ നമ്പർ എപ്സിലോൺ ആയിട്ട് എടുത്താൽ ആ എപ്സിലോൺ നൈബോർഡ് എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെയ്ൻഡ് ആയിരിക്കും. അല്ലെ, ഈ കേസിലാണെങ്കിൽ നമ്മൾ എപ്സിലോൺ ആയിട്ട് ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയൊരു നമ്പറായിട്ട് എപ്സിലോൺ എടുക്കുക. ഏതാണ് ഈ ഡിസ്റ്റൻസ്? 1 മൈനസ് എ. ഓക്കെ, 0 എന്നുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ട് ഇത് എപ്സിലോൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ എന്നൊക്കെ പറയുന്നത് ഈ ഇൻ്റർവെല്ലിൻ്റെ വെളിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതിൽ തമ്മിലുള്ള ഡിസ്റ്റൻസുകളിൽ മിനിമം ഡിസ്റ്റൻസ് എടുക്കുക. എയും 0-യും തമ്മിലുള്ള ഡിസ്റ്റൻസും എയും 1-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും എടുത്തിട്ട് ഇവയിലെ മിനിമം വാല്യൂ. സോ ദിസ് ഇസ് ആക്ച്വലി what is this? This is minimum of a and 1 minus a. Take this number as epsilon. So we have epsilon is a positive number, and since a is lying between 0 and 1, a പോസിറ്റീവ് ആണ്, 1 മൈനസ് എയും പോസിറ്റീവ് ആണ്. So that epsilon is positive, and കൂടാതെ എന്താണ് പറയാൻ പറ്റുക? കൂടാതെ ഈ പറയുന്ന എ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു എ ആണെങ്കിൽ എന്താവും? അത് 0 ആവും. എപ്സിലോൺ ഈക്വൽ ടു 1 മൈനസ് എ ആണെങ്കിലോ എപ്സിലോൺ ഈക്വൽ ടു 1 രണ്ട് കേസിലും 0-നും 1-നും ഇടയ്ക്കായിരിക്കും ഈ എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇൻ്റർവെൽ വരുന്നതെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യാം. കാരണം എപ്സിലോൺ ഈക്വൽ ടു എ ആണെങ്കിൽ എ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആൻഡ് എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് 2a ആയിരിക്കും. എന്തായാലും a minus epsilon a plus epsilon എന്ന് പറയുന്ന ഇന്റർവെൽ സീറോ ടു എ എന്ന് പറയുന്ന ഇന്റർവെൽ ഇസ് കണ്ടെയ്ൻഡ് ഇൻ 0, 1. കാരണം എന്താണെന്ന് വെച്ചാൽ എ എപ്സിലോൺ ഈക്വൽ ടു എ ആവുന്ന എപ്പോഴാണ്? മിനിമം ഓഫ് എ ആൻഡ് 1 മൈനസ് എ ആവുമ്പോഴാണ്. അതായത് എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 0-യിൽ നിന്നുള്ള ഡിസ്റ്റൻസ്
1ൽ നിന്നുള്ള ഡിസ്റ്റൻസിനേക്കാളും കുറവാകുമ്പോഴാണ്. അപ്പോൾ 2a എന്ന് പറയുന്നതും 1നേക്കാളും കുറവ് തന്നെ വേണം. കാരണം 0നും 1ൻ്റെയും മിഡ് പോയിന്റ് ആയിട്ടുള്ള 1/2 1/2ലും ചെറിയ a ആണെങ്കിൽ മാത്രമാണ് എപ്സിലോൺ ഈക്വൽ ടു a ആവുള്ളൂ അല്ലേ. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു a ആവുന്ന ഇഫ് ആൻഡ് ഓൺലി ഇഫ് a എന്ന് പറയുന്നത് 1/2നേക്കാളും ചെറുത് അല്ലെങ്കിൽ ഈക്വൽ ആവുമ്പോഴാണ്. സോ ദാറ്റ് 2a എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ ലെസ് ദാൻ ആയിട്ടുള്ള കേസിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ നല്ല ലെസ് ദാൻ 1 വരുള്ളൂ. അപ്പോൾ നമുക്കിത് ഈക്വൽ ടു ഹാഫിന് വേണ്ട. ഓക്കെ, സോ ദിസ് ഇൻ്റർവെൽ ഇസ് ഇൻ 0 1 എന്നുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ 1 മൈനസ് എ എപ്സിലോൺ ഈക്വൽ ടു 1 മൈനസ് എ ആവുന്നത് എപ്പോഴാണ്, അത് എ എന്ന് പറയുന്നത് ഹാഫിനും 1നും ഇടയ്ക്കുള്ളപ്പോഴാണ് നോക്കിയിട്ട് മറ്റേതുപോലെ തന്നെ അതും പറയാം. സോ ഇൻ ദിസ് കേസ് ദിസ് ഇസ് പോസിറ്റീവ് ആൻഡ് എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇൻ്റർവെൽ ഇസ് കണ്ടെയ്ൻഡ് ഇൻ open interval 0 1. Okay, so there exists an open interval or there exists an epsilon neighborhood of a contained in U. So since a is an arbitrary point of U, we can conclude that every element of U has some neighborhood of it contained in U. ടെക്സ്റ്റിൽ 2.2.9 അടുത്ത എക്സാമ്പിൾ ഇതാണ്. I is the set of all real numbers lying between 0 and 1 including 0 and 1. That is, it is nothing but closed interval 0 1. ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1ൻ്റെ കേസിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഇൻറ്റീരിയർ പോയിന്റിൻ്റെയും നൈബർഹുഡിൻ്റെയൊക്കെ ഡെഫിനേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 0നും 1നും ഇടയ്ക്കുള്ള, അതായത് ഓപ്പൺ ഇൻ്റർവൽ 0 1ലെ ഏതൊരു പോയിന്റും ഓപ്പൺ ഇൻ്റർവൽ 0 1ൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആണ്. അത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1ൻ്റെയും ഇൻറ്റീരിയർ പോയിന്റ് ആണ്. ഏതൊരു നമ്പറും 0നും 1നും ഇടയ്ക്കുള്ള ഏതൊരു നമ്പർ എടുത്താലും we can find out some neighborhood of that point, neighborhood of a, v epsilon of a contained in closed interval 0 1. So we can say that a is an interior point of closed interval 0 1. So interior points എന്ന് പറഞ്ഞാൽ 0നും 1നും ഇടയ്ക്കുള്ള, അതായത് ഓപ്പൺ ഇൻ്റർവൽ 0 1ൽ വരുന്ന എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണ്. ഓപ്പൺ ഇൻ്റർവൽ 0 1ൻ്റെയും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1ൻ്റെയും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണ്. ഓപ്പൺ ഇൻ്റർവൽ 0 1ൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്സ് ഒക്കെ അതിൻ്റെ ഏത് സൂപ്പർ സെറ്റിൻ്റെയും ഇൻറ്റീരിയർ പോയിന്റ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു, ഒരു നൈബർഹുഡ്, ഒരു പോയിന്റിൻ്റെ ഒരു സെറ്റ് ഒരു പോയിന്റിൻ്റെ നൈബർഹുഡ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സൂപ്പർ സെറ്റ്സും നൈബർഹുഡ് തന്നെയായിരിക്കും. കാരണം നൈബർഹുഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എപ്സിലോൺ നൈബർഹുഡിൻ്റെ സൂപ്പർ സെറ്റിനെ നമുക്ക് നൈബർഹുഡ് എന്ന് പറയാം. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് 0യും 1ഉം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1ൻ്റെ എൻ പോയിന്റ്സ് ആയിട്ട് വരുന്ന ആ സെറ്റിൽ തന്നെയുള്ള 0യും 1ഉം ഈ സെറ്റിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്സ് അല്ല. അതായത് 0നും 1നും എനിക്ക് ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല കണ്ടെയ്ൻഡ് ഇൻ ഐ ആയിട്ട്. കാരണം 0ൻ്റെ ഏത് നൈബർഹുഡ്, എത്ര ചെറിയ നൈബർഹുഡ് എടുത്താലും there are points on 0 minus epsilon 0 plus epsilon എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ആ മൈനസ് എപ്സിലോൺ തുടങ്ങി 0 വരെയുള്ള ഈ ഗ്യാപ്പിൽ വരുന്ന പോയിന്റ്സ് ഒക്കെ ഐയിൽ ഇല്ലാത്ത പോയിന്റ്സ് ആണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1ൽ ഇല്ലാത്ത പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഈ ഇൻ്റർവെൽ ഒരിക്കലും ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1ൽ കണ്ടെയ്ൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ പറയുന്നത്. ഈ എക്സാമ്പിളിൽ പറയുന്നത് എന്താണ്, ഏത് എപ്സിലോൺ എടുത്താലും വി എപ്സിലോൺ ഓഫ് 0 എന്ന് പറഞ്ഞാൽ epsilon neighborhood of 0 for any epsilon neighborhood of 0 contains points not in I, so that v epsilon of 0 is not contained in I. അതായത് അപ്പോൾ എങ്ങനെ അത് പ്രൂവ് ചെയ്യാം? ഏതെങ്കിലും ഒരു എപ്സിലോൺ എടുക്കുക, then v epsilon of 0 എന്ന് പറയുന്നത് എന്താണ്?
0 minus epsilon, 0 plus epsilon, അതായത് minus epsilon plus epsilon. Since epsilon is greater than 0, minus epsilon എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. Okay, so therefore minus epsilon is less than 0 and it is less than epsilon. Therefore the points in between minus epsilon and 0, minus epsilon 0 ഇടയ്ക്കുള്ള പോയിന്റ്സ് ഒക്കെയും എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ. അത് ഓപ്പൺ ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0 ആണെങ്കിലെ പോയിന്റ്സ് ആണോ? അല്ല. The points, real numbers between minus epsilon and 0 are negative real numbers and they are not elements of I. What is I? Closed interval 0 1. Therefore minus epsilon തുടങ്ങി 0 വരെയുള്ള പോയിന്റ്സ് എവിടെയാണ്? is not contained in closed interval 0 1. So I can say minus epsilon plus epsilon is not contained in closed interval 0 1. V epsilon of 0 for any epsilon positive is not contained in closed interval 0 1. So ഇതേപോലെ തന്നെ 1ന്റെ കേസിലും ഇത് തന്നെ നമുക്ക് പറയാം. എനി നൈബർഹുഡ് ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1ന്റെ ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും അതിൽ 1ന്റെ റൈറ്റ് സൈഡിലെ പോയിന്റ്സ് ഉണ്ടാവും. ആ 1ന്റെ റൈറ്റ് സൈഡിലെ പോയിന്റ്സ് ഒക്കെ ക്ലോസ്ഡ് ഇന്റർവൽ 0 1ൽ ഇല്ലാത്ത പോയിന്റ്സ് ആണ്. അതുകൊണ്ട് എനിക്ക് പറയാം 1ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 1 ഒരു ഇന്റീരിയർ പോയിന്റ് അല്ല ക്ലോസ്ഡ് ഇന്റർവൽ 0 1ന്റെ. കാരണം 1ന്റെ we cannot find out an epsilon neighborhood of 1 which is completely contained in this set I closed interval 0 1. കാരണം ഏത് നൈബർഹുഡിലും ഐയിൽ ഇല്ലാത്ത പോയിന്റ്സ് ഉണ്ട്. അത് ഐയിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു നൈബർഹുഡ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി കൊണ്ട് എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എയിലെ ഒരു പോയിന്റ് എക്സ് എടുത്ത് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് ബിയിലെ ഒരു പോയിന്റ് വൈയും എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന നമ്പർ എ പ്ലസ് ബി എന്നുള്ള പോയിന്റിന്റെ 2 എപ്സിലോൺ നൈബർഹുഡിലായിരിക്കും. ഓക്കെ, അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. എക്സ് ഇസ് ഇൻ എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ. സോ എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോണിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. Similarly, y is in epsilon neighborhood of b. That means b minus epsilon less than y less than b plus epsilon. So അതിൽ നിന്ന് നമുക്ക് കിട്ടും modulus of y minus b is less than epsilon. Then if we take the number x plus y and the distance of this number from a plus b, this is x minus a plus y minus b. By triangle inequality, this is less than or equal to modulus of x minus a plus modulus of y minus b, and this is less than epsilon by 1 and 2. This is less than epsilon, and the second term is also less than epsilon by 1 and 2. That means it is less than 2 epsilon. അതായത് modulus x plus y is at a distance 2 epsilon from a minus a plus b. x plus y യും a plus b യും തമ്മിലുള്ള ഡിസ്റ്റൻസ് less than modulus is less distance is less than 2 epsilon എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. or I can say a plus b minus 2 epsilon നും a plus b plus 2 epsilon നും ഇടയ്ക്കാണ് എന്ത് x plus y. That means x plus y is in the 2 epsilon neighborhood of a plus b. Okay.